ചങ്ങായിമാരെ നമ്മളെ BJP-യിലെ സംഘികള് കേരളത്തില് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഉടായ്പാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണെന്നറിയോ? അടുത്ത പ്രാവശ്യം ഈ വരുന്ന ഇലക്ഷനിൽ കേരളം പിടിക്കാൻ വേണ്ടിയാണ് അവർ ഇമാതിരി ഉടായ്പ നടത്തുന്നത്. ആ ഉടായ്പിനുണ്ടല്ല കോടിക്കണക്കിന് ഉറുപ്പ്യ, നിങ്ങളെ ലക്ഷം എന്നല്ല കോടിക്കണക്കിന് ഉറുപ്പ്യാണ് BJP-ക്കാർ മുടക്കുന്നത്. ആ മുടക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയാം? ഒരുപാട് ചാനലിലാണ് ആ കോടിക്കണക്കിന് ഉറുപ്പ്യ കൊടുക്കുന്നത്. ആ ചാനലുകാർ നടന്ന പരിപാടി എന്താ പറയാ? അവര് മൈക്ക് ഒരു ക്യാമറയായിട്ട് നാട് നീളെ ഇറങ്ങും. എന്നിട്ടില്ല നിഷ്പക്ഷരാണെന്നും പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ തെരഞ്ഞെടുക്കും. അവരെ വർത്തമാനം കേട്ടാൽ തന്നെ അറിയും അവർ പക്കാ സംഘി നിഷ്പക്ഷരാണെന്ന്. എന്നിട്ട് അവരോട് ചോദിക്കും ഏത് പാർട്ടിയാണ് അടുത്ത പ്രാവശ്യം ഭരണത്തിൽ വരേണ്ടതെന്ന്. ആ സംഘി നിഷ്പക്ഷര് പറയും കേരളം ഇനി CPM ഭരിക്കാൻ പാടില്ല, കോൺഗ്രസും ഭരിക്കാൻ പാടില്ല, ഇനി BJP തന്നെ വരണം. BJP വന്നാൽ മാത്രമേ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ കാണുന്ന BJP-യുടെ വികസനമില്ലേ, ചാണക വികസനം, ആ വികസനം കേരളത്തിൽ വരുമെന്ന്. അവര് പറയുന്ന മറുപടി കേൾക്കുമ്പോൾ തന്നെ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലാവും അവര് സംഘികളെയല്ല, അവര് വെറും നിഷ്പക്ഷ ചാണക സംഘികളാണെന്ന്. എന്തായാലും അങ്ങനെ BJP-ന്റെ മുതലാളികൾക്ക് പൈസ വാങ്ങിയിട്ട് ഒരു ചാനൽ നടത്തിയ ഒരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അയാൾ ചോദിക്കുന്ന ചോദ്യവും ആ നിഷ്പക്ഷ സംഘികൾ പറയുന്ന മറുപടിയും നമുക്ക് കേട്ടിട്ട് വന്നാലോ? അന്ധമായ ഒരു വിശ്വാസമാണ്. അതായത് ഇതിപ്പോ എന്റെ വീട്ടിലുണ്ടായിരുന്നു, ഞാൻ കാലാകാലങ്ങളായിട്ട് കൈപ്പത്തിയ, അത് കൈപ്പത്തിയുള്ള ആൾ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള ഒരു വിഷയമല്ല. അവിടെ ചെന്നാൽ കൈപ്പത്തിക്ക് കൂട്ടുക എന്ന് വെച്ചാൽ അതൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഈ രണ്ട് കൂട്ടരെയും നമ്മൾ മാറി ട്രൈ ചെയ്തു. 5 കൊല്ലം അവർ കണ്ടുപിടിക്കും, അത് കഴിഞ്ഞാൽ അവർക്ക് വെച്ചു കൊടുക്കും. കുറച്ച് ഇതന്നെ അങ്ങനെ കാലാകാലങ്ങളായിട്ട് നടന്നു. മറ്റേ എന്താ കണ്ടത് നമ്മൾ? അൾട്ടിമേറ്റ്ലി ഇവിടുത്തെ എല്ലാ ആൾക്കാരും പുറത്തല്ലേ. ഞാനടക്കം 26 കൊല്ലമായി ഞാൻ പുറത്ത് പോകുന്നു. എന്തുകൊണ്ട്? ഇവിടെ നമുക്ക് അതിനുള്ള നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ വെച്ചിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള നമുക്കൊരു ജോലി ഒരു ഉറപ്പില്ല ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ എല്ലാ ആൾക്കാരും പുറത്ത് പോകുന്നത്. അല്ലാണ്ട് ആൾക്കാർ ഈ സുഖം സൗകര്യം വിട്ട് 42 ഡിഗ്രി ചൂടിൽ ഗുജറാത്തിലും ബോംബെയിലും തന്നെ തിരിയേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് സത്യത്തിൽ. അതിനുള്ള ബേസിക് ആയിട്ടുള്ള ഗുജറാത്തിലെ വല്ലവരും ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ബോംബെക്കാർ വല്ലവരും ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ? വളരെ വിരളമായിട്ട് വല്ല ഗവൺമെന്റിൽ നിങ്ങൾ ട്രാൻസ്ഫർ ആയിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ. അതേസമയം ഇവിടുത്തെ പെർസെന്റേജ് പുറത്ത് പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പെർസെന്റേജ് നോക്കും. അപ്പൊ അതൊക്കെ കാണിക്കുന്നത് എന്താണ്? നമുക്കിവിടെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ ആർക്കും കൊടുത്തിട്ടില്ല. വന്നിട്ട് അവർക്ക് അവസരം കൊടുക്കും. അവർ ചോദിക്കുന്നത് നമ്മൾ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്, അത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു അവസരം തരൂ. ഈ സംസാരിച്ച ചേട്ടനുണ്ടല്ല, ഈ സംഘിച്ചേട്ടൻ, ഇയാളൊരു നിഷ്പക്ഷനാണെന്ന് നിങ്ങൾ സമ്മതിച്ചേ പറ്റൂ, നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. കാരണം BJP-ക്കാരുണ്ടല്ല കോടിക്കണക്കിന് ഉറുപ്പിയാണ് ഈ പരിപാടിക്ക് വേണ്ടി ചെലവഴിച്ചത്. അതുകൊണ്ട് ഇയാളൊരു നിഷ്പക്ഷനാണെന്ന് നിങ്ങൾ സമ്മതിച്ചേ പറ്റൂ. ചേട്ടൻ 20 കൊല്ലത്തിന് മുകളിലായി പോലും ഗുജറാത്തിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് അവിടെ ഭയങ്കരമായ വികസനമാണെന്നാണ് ഈ സംഘിച്ചേട്ടൻ പറയുന്നത്. എന്നിട്ട് എന്റെ സംഘിച്ചേട്ട, നിങ്ങൾ BJP സർക്കാരല്ലേ, കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ, അവരെന്ത് കണക്കെടുത്താലുണ്ടല്ല കേരളമാണ് എല്ലാ കാര്യത്തിലും മുന്നിൽ. പട്ടിണിയിലല്ലട്ടാ, ബാക്കി എല്ലാ കാര്യത്തിലും കേരളമാണ് മുന്നിൽ. നിങ്ങളെ ഗുജറാത്തിൽ നിങ്ങൾ പറഞ്ഞ ഭയങ്കര വികസനമുള്ള ഗുജറാത്ത്, ആ ഗുജറാത്തെല്ലാം കേരളത്തിന്റെ താഴെ മാത്രമേ ഉള്ളൂ. അതെന്താ ചേട്ടാ അങ്ങനെ വരുന്നത്? ചേട്ടനല്ലേ പറഞ്ഞേ കേരളം CPM-ഉം കോൺഗ്രസും ഭരിച്ച് മുടിപ്പിച്ച് കളഞ്ഞെന്ന്. എന്നിട്ട് ആ സംസ്ഥാനം തന്നെ എല്ലാ കാര്യത്തിലും മുന്നിൽ വരികയും ചെയ്യുന്നു. അതെന്താണ് ചേട്ടാ? അതൊന്ന് വ്യക്തമാക്കി തരുമോ? പിന്നെ ചേട്ടൻ പറഞ്ഞ് ഗുജറാത്തിലുള്ളവരും മുംബൈയിലുള്ളവരും ഇവിടെ ജോലിക്ക് വരുന്നില്ലാന്ന്. വരുന്നവര് സർക്കാർ ജോലിക്ക് മാത്രമേ വരുന്നുള്ളൂ എന്ന്. ചേട്ടന് സമയമുണ്ടെങ്കിൽ എന്റെ കൂടെ വരണം കേട്ടാ. ഞാൻ ഗുജറാത്തികൾ മുംബൈക്കാരുണ്ടല്ല ഇവിടെ നാടൻ പണി കൂലിപ്പണി എടുക്കുന്നത് ചേട്ടന് കാണിച്ചു തരാം. ചേട്ടനുണ്ടല്ല ഗുജറാത്തിന്റെ നഗരത്തിലുള്ള വികസനം കണ്ടിട്ടുള്ളൂ. ചേട്ടനുണ്ട് ഇടയ്ക്ക് സമയം കിട്ടുമ്പം ഗ്രാമങ്ങളിലേക്ക്, ഗുജറാത്തിന്റെ ഉൾഗ്രാമങ്ങളിലേക്ക് ഒന്ന് പോകണം കേട്ടാ. അവിടെ പോയിട്ട് വികസനം എന്ന് ചോദിക്കണം. വികസനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്ത ഒരുപാട് ജനങ്ങളുണ്ട് അവിടെ. എന്തിന് ഇന്ത്യ ഭരിക്കുന്നത് ആരാന്ന് ചോദിച്ചാല് അതുവരെ അറിയില്ല. എന്തിന് നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി എന്നവരെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. ഈ ഗുജറാത്ത് എന്ന് പറഞ്ഞതാണ് ലോകമെന്നും ആ ലോകത്തിന്റെ പുറത്ത് വേറൊന്നുമില്ലാന്ന് കരുതുന്ന ഒരുപാട് ആൾക്കാർ, വികസനം എന്ന വാക്ക് പോലും കേൾക്കാത്ത ഒരുപാട് ആൾക്കാരുള്ള ഗുജറാത്തിനെ കുറിച്ചാണ് ചേട്ടൻ ഇമാതിരി തള്ളുകളുന്നത്. ചേട്ടന്റെ തള്ളുണ്ടല്ല ലേശം കുറക്കണം കേട്ടാ. ചേട്ടന്റെ ഈ തള്ളു കാരണമാണ് ഒരാഴ്ച മുന്നേ കോടിക്കണക്കിന് ഉറുപ്പ്യ മുടക്കിയിട്ട് ഒരു വാട്ടർ ടാങ്ക് ഉണ്ടാക്കിയിട്ടില്ലേ, അതുവരെ പൊളിഞ്ഞു പോയത്. അതുകൊണ്ട് ചേട്ടനുണ്ടല്ല ദയവ് ചെയ്ത് മലയാളികൾ വേറെ എവിടെ വേണമെങ്കിൽ തള്ളിക്കോ, മലയാളികളുടെ മുന്നിൽ ഇമാതിരി തള്ളു തള്ളാൻ പറ്റട്ടാ. മലയാളി ആ തള്ളു പൊളിച്ച് ചേട്ടന്റെ കയ്യിൽ തരൂ. ഇത് നമുക്കുണ്ടല്ലോ വേറൊരു ചേട്ടനെ കാണാം. ഈ ചേട്ടനെക്കാളും സൂപ്പറായിട്ട് അഭിനയിക്കുന്ന വേറൊരു നിഷ്പക്ഷ സംഘി ചേട്ടനാ. ഇപ്പൊ രണ്ടുപേരും മാറി ഭരിച്ചു, വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഒരു മുന്നണി മാറ്റം വേണം. മുന്നണി മാറ്റം എന്ന് പറയുമ്പോൾ ഒരു ബദലായിട്ട് BJP കണക്കാക്കുന്നുണ്ടോ? അത് അങ്ങനെ കണക്കാക്കുന്നുണ്ട്. BJP വരണം, അങ്ങനെ എല്ലാ നേട്ടമുണ്ട്. അല്ലാതെ രണ്ടുപേരും ഭരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ രണ്ട് മുന്നണികൾക്കും ബദലായിട്ട് BJP ഒരു ശക്തിയായിട്ട് കേരളത്തിൽ വരണം. അത് അത്രേ ഉള്ളൂ. വരണം, വന്നാലും എന്തായാലും വിഷയമുള്ളൂ. അത് വേറെ ആരും വന്നിട്ട് ഒരു കാര്യമില്ല. എന്താ ഇപ്പോൾ BJP അങ്ങനെ ഭരണത്തിൽ വരണം? കാരണം കേന്ദ്രത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒരു 3-4 സെക്ടർ വരെയാണ്. മോഡി വന്നതിന് ശേഷം നല്ല കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതിനോടുള്ള അഭിപ്രായമുണ്ട്. അതിനാണ് നമുക്ക് മനസ്സിലാണ് തോന്നിയത്.
എന്തോന്നടേ സംഖ്യകളെ, ഇതുപോലുള്ള നിഷ്പക്ഷ ചേട്ടന്മാരെ കൊണ്ടുവരലെങ്ങള്. ഈ നിഷ്പക്ഷ ചേട്ടന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് മൂപ്പറൊരു സംഖ്യയാണെന്ന്, പക്കാ സംഖ്യയാണെന്ന്. നിങ്ങളുടെ ഏത് ഭാഗത്ത് ക്യാമറ വെച്ച് നോക്കിയാലും ആ ചേട്ടന്റെ മുഖമുണ്ടില്ല, അതൊരു സംഖ്യയുടെ മുഖമാണെന്ന് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. എനിക്ക് ഇമാതിരി ഉടായ്പ കാണിക്കുന്ന ചാനലുകാരോട് ഒന്നേ പറയുള്ളൂ, ചന്ദ്രശേഖരൻ മുതലാളി ഉടായ്പ കാണിക്കാൻ വേണ്ടിയാണ് കോടിക്കണക്കിന് ഉറുപ്പിക നിങ്ങൾക്ക് തന്നത്. നിങ്ങൾ അതിൽ ചന്ദ്രശേഖരനെയും കാട്ടി വലിയ ഉടായ്പ കാണിക്കല്ല കേട്ടാ. അതുകൊണ്ട് മൂപ്പർ തന്ന പൈസക്ക് മൂപ്പർ എന്ത് ഉടായ്പാണ് കാണിക്കാൻ പറഞ്ഞ ആ ഉടായ്പ മാത്രം കാണിക്കുക, അല്ലാണ്ട് മൂപ്പറെ നിങ്ങൾ ഉടായ്പ കാണിച്ച് പറ്റിക്കല്ല കേട്ടാ. എന്തെല്ലാം ടൈപ്പ് നിഷ്പക്ഷ സംഖ്യയിലാണ് ഇനി നമ്മൾ കാണാൻ ബാക്കിയുള്ളത്. നമുക്കിനല്ല ഇനി ഒരു പ്രത്യേകതരം നിഷ്പക്ഷ സംഗീണി ചേച്ചിയെ കണ്ടിട്ട് വന്നാലോ, ഒരു കുലസ്ത്രീ സംഗീണി ചേച്ചിയെ. സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ട് അതുപോലെ തന്നെ നമ്മുടെ കേരളം ഒരുപാട് ഇപ്പം റോഡാണെങ്കിലും ശരി, ഇപ്പൊ വിദ്യാഭ്യാസം ഒരുപാട് കാര്യങ്ങൾ വളരെ അങ്ങ് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഉറപ്പായിട്ടും മുന്നിലോട്ട് വരുന്ന തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോൾ നിയമത്ത് മത്സരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. നിയമം ജനത രാജീവ് ചന്ദ്രശേഖരൻ വിജയിപ്പിക്കും ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. എന്നാണ് ഇത്രയും കോൺഫിഡൻസ് പറയാൻ കാരണം? ഉറപ്പാണ്. കാരണം ഇപ്പോഴത്തെ ബിജെപിയുടെ വിജയം തന്നെയാണ് അതിനുള്ള ഒരുപാട് പുതിയ ജനറേഷൻ ആൾക്കാരും എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി. എല്ലാവരും നമുക്ക് എല്ലാവർക്കും മാറ്റം വേണം. ഇപ്പൊ ഇത്രയും നാൾ ഇവർ ഭരിച്ചില്ലേ, നമ്മളിനി അറിയണം. വരട്ടെ, ബിജെപി വരട്ടെ. ഒരു താമര വിരിഞ്ഞു കഴിഞ്ഞാൽ ഈ പല സ്ഥലങ്ങളിൽ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ്. കാരണം ബിജെപി ഭരണത്തിൽ വന്നതിന് ശേഷം നമുക്ക് ചില റോഡുകളിലൊക്കെ നമ്മുടെ ഈ കരമന ആറ്റുകാലോട്ട് പോകുന്ന വഴി ആ റോഡൊക്കെ വളരെ മോശമായിരുന്നു. പക്ഷെ ഇപ്പം റോഡൊക്കെ അവിടേക്ക് ടാറിട്ടു. എന്താണ് സംഖ്യകളെ, ഒരു തിരക്കഥ എഴുതുമ്പോൾ ശ്രദ്ധിച്ച് തിരക്കഥ എഴുതണ്ടേ. ചേച്ചി പറഞ്ഞ കരമനയില്ലേ വികസനം ഇല്ലാന്ന് പറഞ്ഞേ, കഴിഞ്ഞ പ്രാവശ്യം വികസനം ഇല്ലാന്ന് പറഞ്ഞ കരമന, ആ കരമന കഴിഞ്ഞ പ്രാവശ്യവും BJP കൗൺസിലറാണ് ഉണ്ടായത്. അപ്പൊ അവിടെ വികസനം ഇല്ലാന്ന് പറഞ്ഞത് അത് ബിജെപിക്ക് പണി കൊടുക്കുന്ന പോലെയാണ്. പിന്നെ ചേച്ചി പറഞ്ഞ തള്ളുണ്ടല്ല, അതൊരു ഒന്നൊന്നര തള്ളായി പോയി. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കാൻ തുടങ്ങിയിട്ട് ആകെ ഒരു മാസമായ, ആ ഒരു മാസം കൊണ്ട് ലോകം കാണാത്ത വികസനം തിരുവനന്തപുരത്ത് ഉണ്ടായെന്ന് പറഞ്ഞാല് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയാ എന്റെ സംഗീണി ചേച്ചി. നിങ്ങളിപ്പം ഭയങ്കരമായിട്ട് വികസിച്ചെന്ന് പറഞ്ഞ തിരുവനന്തപുരമില്ലേ, ഈ തിരുവനന്തപുരത്താണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നരേന്ദ്രമോദിജി വന്നപ്പം റോഡിൽ ഫ്ലക്സ് വെച്ചിട്ട് സാധാരണ ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് വഴി നടക്കാൻ പോലും കഴിയാതിരുന്ന സ്ഥലം. എന്നിട്ട് അതിനെതിരെ ആ ഫ്ലക്സ് വെച്ച BJPക്കെതിരെ പിടിയിട്ട ഒരു ഉദ്യോഗസ്ഥനെയല്ല അവിടെ സ്ഥലം മാറ്റി. എന്നിട്ട് നമ്മളെ മേയറിലെ VV രാജേഷ് വന്ന് ഡയലോഗ് അടിക്കുന്നു, ഞാൻ ഭരിക്കുന്നിടക്ക നിഷ്പക്ഷമായിരിക്കും, ആര് തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തവർക്കെതിരെ കഠിനമായ നടപടി എടുക്കുന്നു. എന്നിട്ട് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുത്ത ആ പാവ ഉദ്യോഗസ്ഥന അവിടുത്തെ സ്ഥലം മാറ്റുകയാണ് നിങ്ങൾ ഈ പൊക്കിപ്പറന്ന VV രാജേഷ് ചെയ്തത്. ഇങ്ങനെ പച്ച കള്ളം പറഞ്ഞു നടക്കുന്ന ഒരു VV രാജേഷിന് പറ്റിയ കുറെ സംഘികളും കുറെ സംഘിണികളും. ഇമ്മാതിരി അഭിനയം ഉണ്ടല്ല, നമ്മൾ സിനിമയെ പോലും ഇതുപോലെ അഭിനയിക്കുന്ന ഒരാളെ കിട്ടൂല. സംഖ്യക്ക് മാത്രം ഇങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല. എവിടെ നിന്നാണോ ആളെ കിട്ടുന്നത്? പക്ഷിയുടെ ഈ സംഖ്യക്ക് എന്ത് ഉടായ്പടുത്തിയാലും ഇവർക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഇത് കേൾക്കുന്ന ചില നിഷ്പക്ഷരായ ആൾക്കാരുണ്ടല്ല, അവര് ഇവരുടെ ഉടായ്പിൽ വീണുപോകും. ആ നിഷ്പക്ഷർ വിചാരിച്ചു പോകും, ഇത്രയും ജനങ്ങൾ BJPനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇത്രയും നല്ല കാര്യങ്ങൾ BJP ചെയ്യുന്നുണ്ടോന്ന് തെറ്റിദ്ധരിച്ചിട്ട് ചില നിഷ്പക്ഷർ ഇവരുടെ വലയിൽ വീണുപോകും. അതിനു വേണ്ടിയിട്ടാണ് ഇവര് കോടിക്കണക്കിന് രൂപ മുടക്കുന്നത്. പൈസ എന്ന് പറഞ്ഞാൽ BJPക്ക് ഒരു വിഷയമേ അല്ല. എത്ര കോടികളാണ് അവരെ കയ്യിലുള്ളത്. ഇവരുണ്ടല്ല 10 ആൾക്ക് വേണ്ടി 10 കോടി രൂപ മുടക്കാനും ഒരു മടിയില്ലാത്ത ടീമാണ്. അത്രയും മാത്രം പൈസ ഇവരുടെ കയ്യിലും ഇവരുടെ കാലിലും ഇവരുടെ ബാഗിലും ഉണ്ട്. അതുകൊണ്ട് കേരളത്തിലുള്ള CPM-നോടും കോൺഗ്രസിനോടും എനക്കൊന്നേ പറയുള്ളൂ, BJPക്കാർ കാണിക്കുന്ന ഉടായ്പില്ലേ, ആ ഉടായ്പിന്റെ 10 ഇരട്ടി ഉടായ്പ് നിങ്ങൾ തിരിച്ചു ചെയ്തില്ലെങ്കിലല്ല നല്ല പണിയുണ്ടല്ല കേരളത്തിലെ കോൺഗ്രസിനും CPM-നും കിട്ടും. കാരണം ഉണ്ടല്ലോ ഇവരുണ്ടല്ലോ ഇമാതിരി ഉടായ്പ്, നമ്മളൊക്കെ ചിരിക്കുന്ന ഈ ഉടായ്പുണ്ടല്ല, ഈ ഉടായ്പിലൂടെ തന്നെയാണ് രാജ്യം മൊത്തം കീഴടക്കിയത്. അതിൽ കീഴടങ്ങാതെ നിൽക്കുന്ന 3 സംസ്ഥാനങ്ങളിൽ ഒന്ന് മാത്രമാണ് കേരളം. അതുകൊണ്ട് ഇവരുടെ ഉടായ്പ് തിരിച്ചറിഞ്ഞ് ഇവർ കാണിക്കുന്ന അതേ ഉടായ്പ് തിരിച്ചു കാണിച്ചില്ലെങ്കിലല്ല കേരളവും കയ്യിന്ന് പോകും. കാണുന്നില്ലേ, ഓസ്കാർ പോലും എന്തിന് മോഹൻലാലും മമ്മൂട്ടിയും പോലും തോറ്റുപോകുന്ന അമ്മാതിരി അഭിനേതാക്കളെയാണ് ഇവർ ഓരോ പരിപാടിക്ക് ഇറക്കുന്നത്. അപ്പൊ BJP ഇറക്കിയ അഭിനയ കുലപതികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.